പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി പുകയുമ്പോൾ ലോകശക്തിയായ അമേരിക്കയ്ക്ക് അപ്രതീക്ഷിത തിരിച്ചടി നൽകി ഒരു ഗൾഫ് രാജ്യം. ഇറാനെതിരെ ആക്രമണം നടത്താൻ ഇനി ഒരു യുദ്ധക്കപ്പലിനോ പോർ വിമാനത്തിനോ തങ്ങളുടെ മണ്ണോ ആകാശമോ വിട്ടു നൽകില്ല എന്ന കർശന നിലപാടുമായി രംഗത്തെത്തിയിരിക്കുന്നു യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അഥവാ UAE. അമേരിക്കയുടെ വിശ്വസ്ത സഖ്യകക്ഷിയിൽ നിന്നുണ്ടായ ഈ നീക്കം അമേരിക്കയെ സാരമായ രീതിയിൽ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. എന്താണ് UAEയുടെ ഈ ഒരു തീരുമാനത്തിന് പിന്നിൽ ഉള്ള യഥാർത്ഥ കാരണം? ഇറാനും അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ഭയം നിലനിൽക്കെയാണ് UAEയുടെ അതിനിർണായകമായിട്ടുള്ള ഔദ്യോഗിക പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ഇറാനെ ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു സൈനിക നീക്കത്തിനും തങ്ങളുടെ വ്യോമാതിർത്തിയോ കരയോ സമുദ്രാതിർത്തിയോ ഉപയോഗിക്കാൻ അനുവദിക്കില്ല എന്ന് UAE വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. കേവലം അനുവാദം നിഷേധിക്കൽ മാത്രമല്ല, ഇറാനെതിരായ ആക്രമണങ്ങൾക്ക് ഒരു തരത്തിലുള്ള ലോജിസ്റ്റിക്കൽ പിന്തുണയും, അതായത് ഇന്ധനം നിറയ്ക്കാനോ താവളമടിക്കാനോ ഉള്ള സൗകര്യം പോലും നൽകില്ല എന്ന് UAE തറപ്പിച്ചു പറയുന്നു. സംഭാഷണം, സംഘർഷം ലഘൂകരിക്കൽ, രാജ്യങ്ങളുടെ പരമാധികാരത്തെ ബഹുമാനിക്കൽ, ഇതാണ് നിലവിലെ പ്രതിസന്ധിക്ക് പരിഹാരമെന്നും യുദ്ധത്തിന് കൂട്ടുനിൽക്കില്ല എന്നും UAE അമേരിക്കയോട് വിളിച്ചു പറയുന്നു. ഈ പ്രഖ്യാപനത്തിന്റെ സമയം കൂടി സുപ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്, അതുകൂടി ശ്രദ്ധേയമാണ്. ഇസ്രയേലിന് നേരെ ഇറാന്റെ ഭീഷണി ഉയരുന്ന സാഹചര്യത്തിൽ അമേരിക്ക തങ്ങളുടെ വമ്പൻ പടക്കപ്പലായ USS എബ്രഹാം ലിങ്കൺ ഉൾപ്പെടെയുള്ള സന്നാഹങ്ങളെ പശ്ചിമേഷ്യൻ സമുദ്രാതിർത്തിയിലേക്ക് അയച്ചിരുന്നു. സാധാരണഗതിയിൽ ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ ഉപയോഗിച്ചാണ് ഇത്തരം ഓപ്പറേഷനുകൾ നടക്കാറുള്ളത്. എന്നാൽ ഇത്തവണ കഥ മാറി. തങ്ങളുടെ മണ്ണിൽ നിന്ന് പറന്നു പൊങ്ങുന്ന വിമാനങ്ങൾ ഇറാനിൽ ബോംബിട്ടാൽ തിരിച്ചടി നേരിടേണ്ടി വരിക തങ്ങളായിരിക്കുമെന്ന് UAEക്ക് വ്യക്തമായിട്ടുള്ള ബോധ്യമുണ്ട്. വർഷങ്ങളായി അമേരിക്കയുടെ തന്ത്രപരമായ പങ്കാളിയായിരുന്നിട്ടും സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും സാമ്പത്തിക ഭദ്രതയ്ക്കും ഭീഷണിയാകുന്ന ഒരു യുദ്ധത്തിനും ഇനി കൂട്ടുനിൽക്കില്ല എന്ന വ്യക്തമായിട്ടുള്ള സന്ദേശം തന്നെയാണ് UAE അമേരിക്കയ്ക്ക് നൽകുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇത് UAEയുടെ മാത്രം തീരുമാനമായിരിക്കില്ല എന്നുള്ള കാര്യമാണ്. അതായത് സൗദി അറേബ്യ, ഖത്തർ തുടങ്ങിയ മറ്റ് ഗൾഫ് രാജ്യങ്ങളും സമാനമായ നിലപാടിലേക്ക് തന്നെയാണ് വരുന്നത് എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. പഴയതുപോലെയല്ല ഗൾഫ്. ഇറാനുമായി സ്വതന്ത്ര ബന്ധം പുനഃസ്ഥാപിച്ച ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി അയൽ രാജ്യമായ ഇറാനെ പിണക്കാൻ ഇനി ആഗ്രഹിക്കുന്നില്ല. ഈ തീരുമാനം ട്രംപ് ഭരണകൂടത്തിന് നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. ഞങ്ങളെ കവചമാക്കിക്കൊണ്ട് നിങ്ങൾ ഇറാനോട് യുദ്ധം ചെയ്യേണ്ട കാര്യമില്ല. പാകിസ്ഥാൻ ഇത്തരം സഹായങ്ങൾ നിഷേധിക്കുമെന്ന് കരുതിയിരുന്നെങ്കിലും അമേരിക്കയുടെ അടുത്ത സുഹൃത്തായ UAE തന്നെ വാതിൽ കൊട്ടിയടച്ചത് മിഡിൽ ഈസ്റ്റിലെ പുതിയ അധികാര സമവാക്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ ഗൾഫ് മേഖല ഇനി അമേരിക്കയുടെ വെറും ലാൻഡിംഗ് ഗ്രൗണ്ട് അല്ല, സ്വന്തം സുരക്ഷയ്ക്കും പരമാധികാരത്തിനും മുൻഗണന നൽകുന്ന അയൽ രാജ്യങ്ങളുമായി സമാധാനം ആഗ്രഹിക്കുന്ന ഒരു പുതിയ ഗൾഫിനെയാണ് ഈ തീരുമാനം കാണിച്ചു തരുന്നത്. അമേരിക്ക ഇനി എന്ത് ചെയ്യും എന്നത് കണ്ടു തന്നെ അറിയണം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.